രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാമേശ്വരം താമ്പരം ട്രെയിൻ സർവീസും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലത്തിൽ നിന്ന് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലിലെ മനോഹരമായ കാഴ്ചയും ദൃശ്യമാകും. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപാലമാണ് പാമ്പൻ പാലം. 110 വർഷം പഴക്കമുള്ള പാലത്തിന് പകരമായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. 99 തൂണുകളോടുകൂടിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് നീളം. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് പാലം പണിതത്. ലിഫ്റ്റ് സ്പാൻ രണ്ടായി വേർപെടുത്തി ഇരുവശത്തേക്കും ഉയർത്തുന്ന സംവിധാനമാണ് പഴയ പാലത്തിൽ ഉപയോഗിച്ചിരുന്നത്. പുതിയ പാലത്തിൽ 5 മിനിറ്റ് കൊണ്ട് ലിഫ്റ്റ് സ്പാൻ 17 മീറ്ററോളം നേരെ ഉയർത്താവുന്ന സംവിധാനമാണുള്ളത്. മാത്രമല്ല, കുത്തനെ ഉയർത്താനും താഴ്ത്താനുമായി ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമുണ്ട്. പുതിയ പാമ്പൻ പാലത്തിന് 22 മീറ്റർ ഉയരമാണുള്ളത്. കാലപ്പഴക്കവും സുരക്ഷാ കാരണങ്ങളും മുൻനിർത്തി 2022 ഡിസംബറിൽ പഴയ പാലം ഡീകമ്മീഷൻ ചെയ്തു. ഇതിന് പകരമാണ് 550 കോടി രൂപ ചെലവിട്ട് പുതിയ പാലം പണിതത്. ഇന്ത്യയും പഴയ സിലോണും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ഭാഗമായിരുന്നു പാമ്പൻ പാലം. 2010 ബാന്ദ്ര വർലി സീലിംഗ് തുറക്കുന്നതുവരെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം കൂടിയായിരുന്നു ഇത്. 2019 ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം 2024 ഒക്ടോബറിൽ പൂർത്തിയായിരുന്നു. എന്നാൽ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകാത്തതാണ് ഉദ്ഘാടനം വൈകാൻ കാരണം. പുതിയ പാലം തുറന്നതോടുകൂടി പഴയ പാലത്തിന്റെ ഒരു ഭാഗം സ്മാരകമാക്കി നിലനിർത്തി ബാക്കി പൊളിച്ചു മാറ്റും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.